തൊടുപുഴ പൈങ്കുളം സേക്രഡ് ഹാർട്ട് ആശുപത്രിയിൽ 1500ഓളം അന്തേവാസികൾക്ക് ആഹാരം ദിവസവും നൽകുന്നു. ഇതിന്റെ അവശിഷ്ടങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനാണ് പന്നി വളർത്തൽ തുടങ്ങിയത്. മുപ്പത്തിമൂന്ന് വർഷമായി ഇതിന്റെ ചുമതല വഹിക്കുന്നത് സിസ്റ്റർ ഗോൺസാഗമ്മയാണ്. ഈ സിസ്റ്റർ കുറച്ചുനാൾ സ്ഥലം മാറിപ്പോയപ്പോൾ ഇടക്കാലത്ത് 10-15 കുഞ്ഞുങ്ങളെ പ്രസവിച്ച പന്നികളുടെ ഒരു കുഞ്ഞിനെപ്പോലും രക്ഷിച്ചെടുക്കാനായിട്ടില്ലെന്ന് ആശുപത്രി മേധാവി സിസ്റ്റർ ത്രേസ്യാമ്മ ഓർമ്മിക്കുന്നു. മാലിന്യ നിർമ്മാർജ്ജനവും ഒപ്പം ഇറച്ചി ആവശ്യവും പൂർണ്ണമായി നിറവേറ്റുന്നതാണ് ഇവിടുത്തെ പന്നി വളർത്തൽ കേന്ദ്രം. ഇവിടെ ഇപ്പോൾ ഏതാണ്ട് 550ഓളം രോഗികൾ ചികിത്സ തേടി വരുന്നു. മാനസിക രോഗികളായതുകൊണ്ട് അവരുടെ ഭക്ഷണവും അവരുടെ എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് തന്നെയാണ് നിർവഹിക്കുന്നത്. ഭക്ഷണമൊക്കെ ആകുമ്പോൾ ഒത്തിരി വേസ്റ്റ് വരുന്നുണ്ട്. ആ വേസ്റ്റ് സാധനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി ഇവിടെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു പന്നി ഫാമുണ്ട്. സിസ്റ്റർ ഗോൺസാഗയാണ് അതിൻ്റെ ഉത്തരവാദിത്വം വഹിക്കുന്നത്. സിസ്റ്റർ വളരെ താല്പര്യത്തോടെ അർപ്പണ മനോഭാവത്തോടെ ആ പന്നികളെ നോക്കുന്നതിലും അതിനെ വളർത്തുന്നതിനുമൊക്കെ വളരെയേറെ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ടെന്നുള്ളത് സന്തോഷകരമായൊരു കാര്യമാണ്. സിസ്റ്റർ അതിനൊരു മടുപ്പുമില്ല, വളരെ താല്പര്യത്തോടെ അത് ചെയ്യുന്നു. പന്നി വളർത്തലിൽ ഏറ്റവും ശ്രദ്ധ വേണ്ടതാണ് പ്രജനനം. ഗുണനിലവാരമുള്ള മാംസവും ഉയർന്ന വളർച്ചാ നിരക്കുമുള്ള പന്നിക്കുഞ്ഞുങ്ങളെയും കൂടുതലായി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നിടത്താണ് പന്നി യൂണിറ്റിന്റെ വിജയം. ഒരു പെൺപന്നിയിൽ നിന്ന് വർഷത്തിൽ ചുരുങ്ങിയത് 2 പ്രസവങ്ങളിലായി 10 കിലോയെങ്കിലും തൂക്കമുള്ള 20 കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയണം. പ്രജനനത്തിലുള്ള പന്നികളെ തിരഞ്ഞെടുക്കുമ്പോൾ അവയുടെ സന്തതികളെയാണ് നാം മനസ്സിൽ കാണേണ്ടത്. ചെവികൾ തൂങ്ങിക്കിടക്കുന്ന ഇടനീളം കൂടിയ മാതൃത്വ ഗുണത്തിന് പേരുകേട്ട ലാൻഡ് റേസും ഉയർന്ന വളർച്ചാ നിരക്കുള്ളതും കൂടുതൽ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നതും ചെവി നിവർന്നു നിൽക്കുന്നതുമായ ലാൻഡ് വൈറ്റ് യോർഷറുമാണ് പ്രജനനത്തിന് യോജ്യമായ പെൺപന്നി. രണ്ടിനും വെള്ളനിറം. ഇടനീളമുള്ളതും മതിയായ ഇട അകലത്തിൽ മുലക്കാമ്പുകളുമുള്ള തള്ളപ്പന്നിയുടെ കുഞ്ഞുങ്ങളിൽ തൂക്കമുള്ളതും വേഗത്തിൽ വളരുന്നതുമായ പെൺപന്നി കുഞ്ഞിനെ പ്രജനനത്തിന് ഉപയോഗിക്കാം. തവിട്ടു നിറമുള്ള മുതുക് വില്ലുപോലെ വളഞ്ഞ ഊർജ്ജസ്വലതയുള്ള ഡ്യൂറോക്കാണ് ഇണ ചേർക്കുന്നതിന് പറ്റിയ ആൺപന്നി. നല്ല വളർച്ചയുണ്ടെങ്കിൽ 7-8 മാസം പ്രായമായ പെൺപന്നിയെയും 9 മാസം പ്രായമുള്ള ആൺപന്നിയെയും ഇണ ചേർക്കാം. 15-20 പെൺപന്നിക്ക് ഒരാൺപന്നി എന്നതാണ് അനുപാതം. ഒരു പന്നി വളർത്തൽ സംരംഭം എന്ന നിലയിൽ ചെയ്യുമ്പോൾ അതിന് പ്രധാനമായിട്ടും 2 ഘടകങ്ങളാണ്. ഒന്ന് മാംസത്തിന് വേണ്ടിയുള്ള പന്നി വളർത്തലും മറ്റൊന്ന് കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രജനന പ്രക്രിയ. അപ്പോൾ അതിലിവിടെ ഈ സംരംഭത്തിൽ നമുക്ക് ഈ പ്രജനനത്തിൻ്റെ ഒരു യൂണിറ്റായി പ്രവർത്തിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ കൂടുതൽ സാങ്കേതികത്വം ആവശ്യമുള്ള ഒരു മേഖലയാണ് പന്നിയുടെ പ്രജനന പ്രക്രിയ. അപ്പോൾ നമ്മൾ സിസ്റ്റർ ഗോൺസാഗോ ഇതിൽ അതീവ ശ്രദ്ധയും പരിചരണവും നൽകി ഈ കുട്ടികളെ രക്ഷപ്പെടുത്തി പിരിച്ചെടുക്കാവുന്ന
ഘട്ടത്തിലേക്ക് എത്തിക്കുന്നതിൽ വലിയ ഒരു ഡെഡിക്കേഷനാണ് യഥാർത്ഥത്തിൽ കാണിക്കുന്നത്. അതൊരു മാതൃകയാക്കേണ്ടതാണ്. പന്നിയുടെ ഗർഭകാലം 3 മാസം 3 ആഴ്ച 3 ദിവസം, ഏതാണ്ട് 114 ദിവസമാണ്. ഗർഭകാലത്ത് തീറ്റയുടെ തോത് ക്രമീകരിക്കണം. 18% മാംസ്യം അടങ്ങിയ സാന്ദ്രത തീറ്റ ദിവസേന ശരാശരി 2.5 കിലോ എന്ന തോതിൽ നൽകണം. മെലിഞ്ഞവയ്ക്ക് തോത് കൂട്ടിയും കൊഴുത്തവയ്ക്ക് തോത് കുറച്ചും തീറ്റ ക്രമീകരിക്കണം. പന്നിയുടെ പ്രസവം ഏതാനും മണിക്കൂറുകൾ നീളം. കുഞ്ഞുങ്ങൾ ഓരോന്നും 15 മിനിറ്റ് ഇടവിട്ടാണ് പുറത്തുവരുന്നത്. ആദ്യ ദിവസം തന്നെ അയൺ കുത്തിവയ്പ് നടത്തുന്നത് നല്ലതാണ്. 28 മുതൽ 45 ദിവസം വരെയാണ് മുലയൂട്ടൽ കാലം. മതിയായ പാൽ ലഭിക്കാതെയും ഈർപ്പവും തണുപ്പും കൊണ്ട് തള്ളപ്പന്നി ശ്രദ്ധിക്കാതെ മുകളിലേക്ക് കിടന്നുമാണ് പന്നിക്കുഞ്ഞുങ്ങൾ പൊതുവെ മരിക്കുന്നത്. ഇവിടെയാണ് സിസ്റ്റർ ഗോൺസാഗമ്മയുടെ പരിചരണം എടുത്തു പറയേണ്ടത്. തള്ളപ്പന്നികൾ പലതും കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാറില്ല എന്നു മാത്രമല്ല, ഉപദ്രവിക്കുകയും ചെയ്യും. അവഗണിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളെ കൃത്യമായ ഇടവേളകളിൽ പാല് കുടിപ്പിച്ച് മാറ്റിയിടാനും തണുത്തു വിറയ്ക്കുന്നവയ്ക്ക് വലിയ ബൾബുകൾ തെളിയിച്ച് ചൂട് കൊടുക്കാനും ശ്രദ്ധിക്കുന്നു. ക്ഷീണമുള്ള കുഞ്ഞുങ്ങൾക്ക് ഗ്ലൂക്കോസ് കലക്കി കൊടുക്കാനും സിസ്റ്റർ ശ്രദ്ധിക്കാറുണ്ട്. അതുകൊണ്ടുതന്നെ ഇവിടെ പന്നികൾ എത്ര കുഞ്ഞുങ്ങളെ പ്രസവിച്ചാലും അതിൽ ഒന്നിനു പോലും മരണം സംഭവിക്കാതിരിക്കുന്നത് പന്നിക്കുഞ്ഞുങ്ങൾക്ക് വളർത്തമ്മയായ സിസ്റ്റർ ഗോൺസാഗമ്മയുടെ പരിചരണം മൂലമാണ്. ധാരാളം പന്നികൾ ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി പന്നികളെ അവർക്ക് വെട്ടിക്കൊടുക്കുന്നു. കുഞ്ഞുങ്ങളെ ഒത്തിരി പേര് വന്ന് വാങ്ങിക്കൊണ്ടുപോകുന്നു. എല്ലാവർക്കും ഇവിടുത്തെ പന്നികളെ വലിയ ഇഷ്ടമാണ്. ഇറച്ചിക്കാണ് ഞങ്ങൾ അധികം ഉപയോഗിക്കുന്നത്. ധാരാളം വെള്ളം കൊണ്ട്, അതുകൊണ്ട് ഞങ്ങൾ 3 നേരവും കുളിപ്പിച്ച് ശുശ്രൂഷിച്ച്, കുഞ്ഞുങ്ങളുണ്ടായി കഴിഞ്ഞാൽ രാത്രി 2-3 പ്രാവശ്യം വന്ന് പാൽ കുടിപ്പിക്കും. ക്ഷീണമുള്ള കുഞ്ഞുങ്ങളെ വേറെ മാറ്റിക്കിടത്തി നിബിളിലിട്ട് പാലും കൊടുത്ത് ഒരു കുഞ്ഞിന് പോലും കേട് പറ്റാതെ ഞങ്ങൾ സംരക്ഷിക്കുന്നുണ്ട്. ആൺപന്നി കുഞ്ഞുങ്ങളെ വളർത്തി ഇറച്ചിക്കും പെൺപന്നി കുഞ്ഞുങ്ങളെ പ്രജനനത്തിനുമായി ഇവിടെ തിരഞ്ഞെടുക്കുന്നു. ഈ കൂട്ടിൽ കിടക്കുന്ന പെൺപന്നികൾ പൂർണ്ണ ഗർഭിണികളാണ്. ഏതാനും ദിവസത്തിനകം പ്രസവത്തിന് സാധ്യതയുമുണ്ട്. പ്രസവ സമയമാകുമ്പോൾ പെൺപന്നിയെ ഈ കൂട്ടിനകത്ത് കയറ്റി നിർത്തും. ഇത് പ്രസവ സമയത്ത് മാത്രം ഉപയോഗിക്കുന്ന കൂടാണ്. ഇവിടെ ഇണചേരാനായി ആൺപന്നിയെയും പെൺപന്നിയെയും ഒരുമിച്ചിട്ടിരിക്കുന്നു. ചെന പിടിച്ചു എന്ന് ബോധ്യമായാൽ ആൺപന്നിയെ ആ കൂട്ടിൽ നിന്നും മാറ്റി പാർപ്പിക്കുന്നതാണ്. പന്നി വളർത്തൽ പൊതുവെ ലാഭകരമായ ഒന്നാണ്. ഇറച്ചിക്കായാലും പ്രജനനത്തിനായാലും പന്നിക്കൃഷി നഷ്ടം വരുത്താറില്ല. പ്രജനനത്തിന് ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധയും പരിചരണവും ആവശ്യമായി വരും എന്ന് മാത്രം. എല്ലാവർക്കും പരീക്ഷിച്ചു നോക്കാവുന്ന, വലിയ മുതൽ മുടക്കും ബുദ്ധിമുട്ടുമില്ലാതെ ലാഭമുണ്ടാക്കാൻ പറ്റുന്നതാണ് പന്നി വളർത്തൽ. ഈ കോൺവെന്റിൽ തന്നെ ശാസ്ത്രീയമായി കോഴിയെയും വളർത്തുന്നുണ്ട്. ഇതും മുട്ടയും ഇറച്ചിയും ഇവിടുത്തെ അന്തേവാസികൾക്കായി ഉപയോഗിക്കാൻ വേണ്ടിയാണ്. തേനീച്ച വളർത്തൽ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. 50 കൂടുകളാണ് ഇവിടെ സെറ്റ് ചെയ്തു വച്ചിരിക്കുന്നത്. ഒരു പ്രാവശ്യം തേനെടുക്കുമ്പോൾ 150 കിലോ വരെ ഉണ്ടാകും. 4-5 ദിവസം കൂടുമ്പോൾ തേനെടുക്കും. തേനെടുക്കുന്നതിന് ഒരു പ്രത്യേക രീതി തന്നെ ഉണ്ട്. ജാനുവരി മുതൽ മാർച്ച് വരെയാണ് നല്ല സീസൺ.
ഒരു പ്രത്യേകതരം മെഷീനിൽ കറക്കി അറയിലുള്ള തേൻ എടുക്കുന്നു. വീണ്ടും ഈ അറ പൊട്ടിപ്പോകാതെ കൂട്ടിൽ വച്ച് അടയ്ക്കും. നാല് ദിവസം കഴിയുമ്പോൾ അറകളിലെല്ലാം തേൻ നിറഞ്ഞിരിക്കും. മെഷീനിൽ നിന്നും അരിച്ചെടുക്കുന്ന തേൻ 3-4 ദിവസം വെയിലത്ത് വെച്ച് വെള്ളം വറ്റിച്ച് കുപ്പിയിലാക്കി വിൽപ്പന നടത്തും. മഴക്കാലത്ത് പഞ്ചസാര ലായനി കൊടുത്ത് സംരക്ഷിക്കണം. സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ സെറ്റ് തിരിച്ച് കോളനി ഉണ്ടാക്കണം. റാണിയോടുകൂടി ഈച്ചയെ എടുത്ത് വേറെ മാറ്റി സ്ഥാപിക്കണം. അപ്പോൾ പഴയ പെട്ടിയിൽ പുതിയ റാണി ഉണ്ടായി 2 കോളനിയാകും. ഒരു കൂട് 4 തട്ടായി തിരിച്ചിരിക്കുന്നു. ഏറ്റവും അടിയിലുള്ള തട്ടിലെ തേൻ എടുക്കാറില്ല. അതിലാണ് റാണി ഈച്ച മുട്ടയിടുന്നത്. കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഒരു കൃഷിയാണ് തേൻ കൃഷി. ഇത് നമ്മൾ ഡിസംബർ ജനുവരി കാലങ്ങളിലാണ് ഇത് പിരിച്ചു വെക്കുന്നത്. വളരെ ആദായകരമായ കൃഷിയാണ്. റബ്ബറിൻ്റെ ഇതിലാണ് തേൻ കൂടുതൽ നമുക്ക് കിട്ടുന്നത്. റബ്ബറിൻ്റെ ഇല തളുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഇലയിലെ കാമ്പിൽ നിന്നാണ് തേൻ നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇത് വളരെ ശാസ്ത്രീയമായ രീതിയിൽ ചെയ്യാവുന്ന ഒരു ഇതാണ്. കൂടുതൽ ആദായകരമാണ്. ഒരു 50-60 പെട്ടി ഉണ്ടെങ്കിൽ ഒരു പെട്ടിക്കകത്ത് നിന്ന് നമുക്കൊരു 15-20 കിലോ തേന് ഒരു വർഷം നമുക്ക് കിട്ടും. ഒരു 20 കിലോ തേനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. പിന്നെ അത് നമുക്ക് സംസ്കരിച്ച് കൂടുതൽ വിപണിയിൽ എത്തിക്കാൻ നമുക്ക് സാധിക്കും. ഒരു പ്രാവശ്യം തേനെടുത്താൽ 2-3 ദിവസം കഴിയുമ്പോൾ റാണിമുട്ട പരിശോധിക്കണം. പരിശോധനയിൽ കൂടുതൽ റാണിമുട്ടയുള്ളത് നുള്ളിക്കളഞ്ഞാൽ സെറ്റ് പിരിഞ്ഞു പോകാതിരിക്കും. എന്നാലേ ഉൽപ്പാദനം കൂടുതൽ ലഭിക്കുകയുള്ളൂ. തേനിന് വൻ ഡിമാൻഡാണ്. തേനീച്ച വളർത്തൽ വളരെ ആദായകരവുമാണ്. തൊടുപുഴ ഇഞ്ചിയാനി എന്ന സ്ഥലത്തെ ആട് കൃഷി ചെയ്യുന്ന കർഷകനാണ് അബൂബക്കർ. സഹായത്തിന് മകൻ റിയാസ്. തികച്ചും ശാസ്ത്രീയമായി വളർത്തുന്ന നല്ല ഇനം ആടുകളാണ് ഇവിടെയുള്ളത്. 3 അടി ഉയരത്തിൽ നല്ല രീതിയിൽ തടി ഉപയോഗിച്ച് നിർമ്മിച്ച കൂടിനുള്ളിൽ ലൈറ്റ്, ഫാൻ തുടങ്ങി എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നു. ജമുന പാരി, സാനൻ, ബിറ്റൽ, സിരോഹി, മലബാറി തുടങ്ങിയ ഇനങ്ങളാണ് ഇവിടെ വളർത്തുന്നത്. ഒരു കൂട്ടിൽ 60-ൽ പരം ആടുകളാണ് ഉള്ളത്. അങ്ങനെ 2 കൂടുകളിലായി ഏതാണ്ട് 130 ആടുകളെ വളർത്തുന്നു. കേരളത്തിൽ സാധാരണയായി കാണാത്ത ഒരിനമാണ് ആസാമി മോഡൽ. ഇതിന് വളർച്ച കൂടുതലാണ്. വടിപോലിരിക്കുന്ന ചെവി ഒരു പ്രത്യേകതയാണ്. വെച്ചൂർ പശുവിനെ പോലെ പൊക്കം വളരെ കുറവായിരിക്കും. പോളത്തവിട്, സോയാബീൻ തവിട്, കടലത്തൊണ്ട് എന്നിവ വെള്ളത്തിൽ നനച്ച് കുതിർത്ത് തീറ്റയായി രാവിലെ കൊടുക്കും. ഉണങ്ങിയ പ്ലാവില ഇവയുടെ ഒരു ഇഷ്ടഭോജനമാണ്. പുൽത്തൊട്ടി പ്രത്യേകമായി സജ്ജീകരിച്ചിരിക്കുന്നു. ആട് തട്ടിൽ നിൽക്കുന്നതുകൊണ്ട് കൂട് എപ്പോഴും വൃത്തിയായിരിക്കും. കാഷ്ടം, മൂത്രം ഇവ താഴോട്ടു പോകും. 2 നേരവും താഴെ വെള്ളമൊഴിച്ച് കഴുകിവിടും.
ഹൂഫ് ട്രിമ്മിംഗ് നൈഫ് ഉപയോഗിച്ച് അമിത വളർച്ചയുള്ള ആടിന്റെ കുളമ്പുകൾ ചെത്തിക്കൊടുക്കും. കാല് വിണ്ടുകീറൽ, ഷെയ്പ്പ് മാറൽ തുടങ്ങിയവയും അമിത വളർച്ചയും ഇത് പരിഹരിക്കും. 6 മാസത്തിലൊരിക്കൽ കെട്ടിയിട്ട് വളർത്തുന്ന ആടുകൾക്കും പശുക്കൾക്കും ഇത്തരത്തിൽ ട്രിം ചെയ്യേണ്ടതാണ്. ഒരു വയസ്സായ പെണ്ണാടുകളെ ഫാമിൽ തന്നെയുള്ള മുട്ടനാടുകളെ ഉപയോഗിച്ച് ഇണ ചേർക്കുന്നു. 145-150 ദിവസം കൊണ്ട് പ്രസവിക്കും. ഒരാടിന് ഒരു പ്രസവത്തിൽ 2-3 കുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കും. ലഭിക്കുന്ന ഭൂരിഭാഗം പാലും കുഞ്ഞുങ്ങൾക്ക് തന്നെ കൊടുക്കും. അത്തരത്തിൽ വളർത്തുന്ന കുട്ടികൾ 3 മാസം കൊണ്ട് വിൽപ്പനയ്ക്ക് തയ്യാറാകും. ഒരാട്ടിൻകുട്ടിക്ക് 3000-ന് മേൽ വിലയിൽ ലഭിക്കും. ഇഞ്ചിയാനി എന്ന സ്ഥലത്ത് റിയാസിൻ്റെ ബാപ്പായും കൂടാണ് ഈ ഫാം നടത്തുന്നത്. ഇദ്ദേഹം ആദ്യം പശു വളർത്തലിലേക്കാണ് തിരിഞ്ഞിരുന്നത്. പശു വളർത്തൽ പൊള്യൂഷൻ എന്നുള്ള പേരിൽ ആൾക്കാർക്ക് കംപ്ലൈൻ്റ് ഒക്കെ ആയിട്ട്, എന്ന് വെച്ചാൽ അടുത്ത പ്രദേശത്തൊന്നും ആൾക്കാർ അധികം താമസിക്കുന്നില്ല, എങ്കിൽ തന്നെയും കംപ്ലൈൻ്റ് ഒക്കെ ആയി ലൈസൻസ് കിട്ടാതെ കൊണ്ട് അദ്ദേഹം അത് നിർത്തിക്കളയായിരുന്നു. പിന്നെ ആ ഉള്ള ഫാം വിപുലീകരിച്ചാണ് അദ്ദേഹം ആടുവളർത്തലിലേക്ക് തിരിഞ്ഞത്. ഇപ്പം ആടുവളർത്തൽ വളരെ ലാഭകരമായ രീതിയിൽ അദ്ദേഹം 2 പേരും കൂടി ചേർന്ന് നടത്തിക്കൊണ്ട് പോകുന്നു. എവിടെയെങ്കിലും നല്ല ആടുകളെ വിൽക്കാനുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഓടിച്ചെന്ന് വാങ്ങിച്ച് സ്വന്തം ഫാമുകളിൽ അതിനെ നല്ല രീതിക്ക് വളർത്തി നല്ല മുട്ടൻ ഇവിടെ ഉണ്ട്, അതിനുമായിട്ട് ഇണ ചേർത്ത് അതിൽ നിന്ന് ലഭിക്കുന്ന കുട്ടികളെയാണ് വിൽപ്പനയാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. 3 മാസം മുതൽ 6 മാസം വരെ പ്രായമുള്ള കുട്ടികൾ ഇദ്ദേഹം ഇവിടുന്ന് വിൽക്കുന്നത്. അതിലൂടെ നല്ലൊരു വരുമാനം ഇദ്ദേഹത്തിന് ലഭിക്കുന്നുമുണ്ട്. അതുകൂടാതെ പാല് കൂടുതലുള്ള അവസരത്തിൽ, എന്നാൽ ഇതിന് ഏറ്റവും കൂടുതൽ പാല് കൊടുത്തിട്ടാണ് ഞങ്ങൾ കുട്ടികളെ വളർത്തുന്നത്. അപ്പോൾ മാക്സിമം പാല് കുടിച്ച് വളർന്നാൽ മാത്രമേ ഒരു 3 മാസം കഴിയുമ്പോഴത്തേന് ഇതിനെ വിൽക്കാനുള്ള പരുവത്തിലാകത്തുള്ളൂ. ആട്ടിൻകുട്ടി വിൽപ്പനയാണ് ഇവിടുത്തെ പ്രധാന വരുമാനം. എന്നാൽ ആട്ടിൻ പാലും വിൽക്കുന്നുണ്ട്. ഒരു ലിറ്ററിന് 100 രൂപ നിരക്കിൽ വരെ ആയുർവേദ മരുന്ന് കമ്പനികൾ വാങ്ങാറുണ്ട്. അതുപോലെ അത്യാവശ്യക്കാർക്കും സ്വന്തം വീട്ടിലും ഈ പാൽ ഉപയോഗിച്ചു പോരുന്നു. ഇതിന്റെ കൂടെ കമ്പോസ്റ്റും വിൽപ്പനയുണ്ട്. ആട്ടിൻകൂടിനോട് ചേർന്ന് കാഷ്ടവും വാഴത്തടയും തീറ്റയുടെ വേസ്റ്റും എല്ലാം കമ്പോസ്റ്റിനായി കുഴിയിലിടുന്നു. മഴ നനയാതിരിക്കാനുള്ള ഷെഡും നിർമ്മിച്ചിട്ടുണ്ട്. ധാരാളം കർഷകർ ഇവിടെ വന്ന് വളം വാങ്ങിക്കൊണ്ടുപോകും. രാവിലെ ഒരു 6 മണിയോടുകൂടി ഞങ്ങൾ ഫാമിലെത്തും. വന്ന അവിടെ തന്നെ ക്ലീനിങ് ആരംഭിക്കും. ഒരു 1 മണിക്കൂർ മാക്സിമം കൊണ്ട് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ആടിനെ തീറ്റ കൊടുക്കുന്നതാണ്. തീറ്റ കൊടുക്കുന്നത് പിന്നെ ഗോതമ്പ് തവിട്, പിന്നെ പോളത്തവിട്, പിന്നെ കടലത്തൊണ്ട്, ഇത് 3 കൂടി നനച്ച് കുഴച്ചാണ് കൊടുക്കുന്നത്. അതെല്ലാ ആടുകൾക്കും ഒരു 1/2 കിലോ വീതമുള്ള തീറ്റ. അതിനുശേഷം പച്ചില കൊടുക്കും. പച്ചില കൊടുത്തതിന് ശേഷം വെള്ളം കൊടുക്കും. ഇത് പച്ചിലയ്ക്ക് എന്തെങ്കിലും ക്ഷാമം പറയുന്ന സമയത്ത് ഞങ്ങൾ പിന്നെ പ്ലാവില വെട്ടി ഉണക്കി അത് ചാക്കിനകത്ത് ചേർത്ത് വെക്കാറുണ്ട്. അത് സ്വല്പം എടുത്ത് നനച്ച് കൊടുക്കലാണ് പതിവ്. ആട് കൃഷിയും വളരെ ആദായകരമായി നടത്താവുന്ന ഒന്നാണ്. രാവിലെയും വൈകുന്നേരവും കുറച്ചു സമയം മെനക്കെടണം എന്നു മാത്രം. ആ മെനക്കേടുകൊണ്ട് വൻപിച്ച ലാഭവും ഉണ്ടാകും എന്നുറപ്പാണ്. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തീറ്റപ്പുൽ കൃഷി വ്യാപനത്തിന് പദ്ധതി. പുതിയ വെള്ളരി ഇനങ്ങൾ വികസിപ്പിച്ചെടുത്തു. വാർത്തകൾ വിശദമായി.
കേരള കന്നുകാലി വികസന ബോർഡ് കുടുംബശ്രീ യൂണിറ്റുകളുടെ സഹായത്തോടെ തീറ്റപ്പുൽ കൃഷി വ്യാപനത്തിന് പദ്ധതി നടപ്പാക്കുന്നു. ക്ഷീര കർഷകരായ കുടുംബശ്രീ അംഗങ്ങൾക്കാണ് ഈ പദ്ധതിയിൽ മുൻഗണന. കുറഞ്ഞത് 10 സെന്റ് പുൽകൃഷി വേണം. 1 ഏക്കറിൽ തീറ്റപ്പുൽ കൃഷി ചെയ്യുന്നതിന് 15,000 രൂപയുടെ ധനസഹായം ലഭിക്കും. പുൽകൃഷിക്ക് ആവശ്യമായ പരിശീലനവും നൽകുന്നതാണ്. ക്ഷീര കർഷക സംഘങ്ങളിൽ പ്രതിവർഷം കുറഞ്ഞത് 1800 ലിറ്റർ പാൽ അളക്കുന്ന ക്ഷീര കർഷകർക്ക് സൈലേജ് നിർമ്മാണത്തിനും KLD ബോർഡ് ധനസഹായം നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് KLD ബോർഡ് ജില്ലാ ഓഫീസുകളുമായി ബന്ധപ്പെടേണ്ടതാണ്. മഴമറയിലും തുറസായ സ്ഥലത്തും കൃഷി ചെയ്യാൻ അനുയോജ്യമായ KU1, KU2 എന്നീ വെള്ളരി ഇനങ്ങൾ വെള്ളാനിക്കര കാർഷിക കോളേജ് വികസിപ്പിച്ചെടുത്തു. സർവകലാശാലയുടെ ഒളറിക്കൾച്ചർ വിഭാഗം വികസിപ്പിച്ചെടുത്ത ആദ്യ സങ്കര ഇനം വെള്ളരിയാണ് KU1ഉം KU2ഉം. സാമ്പിൾ വിത്തുകൾ ആവശ്യമുള്ള കർഷകർ വെള്ളാനിക്കര ഹോർട്ടിക്കൾച്ചർ കോളേജിലെ ഒളറിക്കൾച്ചർ വിഭാഗവുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇതിനായി വിളിക്കാവുന്ന ഫോൺ നമ്പർ 0487 2438 481. കാർഷിക ആവശ്യത്തിനുള്ള ആധുനിക കാർഷിക യന്ത്രങ്ങൾ അഗ്രോ സൂപ്പർ മാർക്കറ്റുകൾ വഴി വിതരണം ചെയ്യുന്നു. വിവിധതരം പമ്പ് സെറ്റുകൾ, സ്പ്രെയറുകൾ, ചെറുതും വലുതുമായ ബ്രഷ് കട്ടറുകൾ, പൂന്തോട്ട പരിപാലനത്തിലുള്ള യന്ത്രങ്ങൾ എന്നിവ ലഭ്യമാണ്. കൂടാതെ ജൈവ കീടനാശിനികൾ, നടീൽ വസ്തുക്കൾ, ഔഷധച്ചെടികൾ, വളങ്ങൾ എന്നിവയും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാവുന്ന ഫോൺ നമ്പർ 0471 24666674. മഴക്കാലത്ത് നടാനാവശ്യമായ ഏലം തട്ടകളും വേരുപിടിപ്പിച്ച കുരുമുളക് വള്ളികളും പാമ്പാടുംപാറ ഏലം ഗവേഷണ കേന്ദ്രത്തിൽ വിതരണത്തിനായി തയ്യാറായിട്ടുണ്ട്. ഇതിനായി കർഷകർ വിളിക്കാവുന്ന ഫോൺ നമ്പർ 04868 236263. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചിയിൽ അവധി, കോഴിക്കോട് അവധി, തൃശൂർ അവധി, കൊപ്ര കൊച്ചി അവധി, കോഴിക്കോട് അവധി, തൃശൂർ അവധി. കുരുമുളക് അൺഗാർബിൾഡ് ക്വിൻ്റലിന് 59,000 രൂപ, കുരുമുളക് ഗാർബിൾഡ് 61,000 രൂപ, ചുക്ക് മീഡിയം 28,500 രൂപ, ബെസ്റ്റ് 29,500 രൂപ. മഞ്ഞൾ സേലം 7,200 രൂപ, ഈറോഡ് 7,500 രൂപ. അടയ്ക്ക പുതിയത് 17,000-നും 18,000-നും ഇടയിൽ. കൊച്ചി റബ്ബർ RSS ഗ്രേഡ് 5 13,900 രൂപ, RSS ഗ്രേഡ് 4 14,500 രൂപ. കോട്ടയം റബ്ബർ RSS 5 ഗ്രേഡ് 13,900, റബ്ബർ RSS 4 ഗ്രേഡ് 14,500 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ അവധി ഏപ്രിൽ അവധി ക്വിൻ്റലിന് 13,000 രൂപ, മെയ് അവധി 13,170 രൂപ, ജൂൺ 12,550 രൂപ, ജൂലൈ 12,365 രൂപ. കൊപ്ര അവധി പിണ്ണാക്ക് എക്സ്പെല്ലർ അവധി, പിണ്ണാക്ക് റോട്ടറി അവധി. കുരുമുളക് അൺഗാർബിൾഡ് 59,000 രൂപ, കുരുമുളക് ഗാർബിൾഡ് 61,000 രൂപ. ചുക്ക് മീഡിയം 28,500 രൂപ, ബെസ്റ്റ് 29,500 രൂപ. മഞ്ഞൾ നാടൻ 6,200 രൂപ. അടയ്ക്ക പുതിയത് 17,000-നും 18,000-നും ഇടയിൽ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 350 മുതൽ 400 വരെ, ജാതിക്ക തൊണ്ടില്ലാതെ 600 മുതൽ 650 വരെ. ജാതിപത്രി കിലോഗ്രാമിന് 800 മുതൽ 850 രൂപ വരെ. ഗ്രാമ്പു 950 മുതൽ 1,095 രൂപ വരെ. റബ്ബർ RSS 5 ഗ്രേഡ് 13,900 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 14,500 രൂപ. ഒട്ടുപാൽ 10,600, ലാറ്റക്സ് 11,000 രൂപ. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 34.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.4 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 34.8, 26.8. കൊച്ചി 34.2, 26. ആലപ്പുഴ 33, 26.8. പുനലൂർ 35.7, 23.5. തിരുവനന്തപുരം 34.8, 26.4 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.